ഇപ്പോൾ ടീച്ചേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഈ വോയിസിന് സ്ട്രെസ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്തിനെയായാലും നമ്മൾ കെയർ ചെയ്യണം. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ എല്ലാം നമ്മൾ എക്സസൈസ് എല്ലാം നമ്മുടെ പാർട്ട് ഓഫ് കെയറിങ് ആണ്. സോ ഇങ്ങനെ ഈ സ്ട്രെസ്സായ കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, ടീച്ചേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഈ വോയിസിന് കെയർ ചെയ്യാൻ വേണ്ടി അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ശരിക്കും? വോയിസ് പ്രൊഫഷണൽസ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വോയിസ് കെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെവിയെക്കുറിച്ച് പറഞ്ഞു, മൂക്കിനെക്കുറിച്ച് പറഞ്ഞു, ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് വോയിസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വോയിസിനെ ആശ്രയിച്ച് ജീവിക്കുന്നൊരു നല്ല ശതമാനം ആൾക്കാരുണ്ട്. അതിപ്പോൾ പാട്ട് പാടുന്നവരായിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം, പ്രസംഗിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഇവരുടെ ഒരു ഷെയർ ഓഫ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ സംതിങ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ ENT ഒരു സബ് സ്പെഷ്യലൈസേഷൻ, നമ്മൾ ലാരിങ്കോളജി എന്ന് പറയും. ഇത് ബേസിക്കലി ഈ വോയിസ് ഇഷ്യൂസ്, വോയിസ് റിലേറ്റഡ് ഡിസോർഡേഴ്സായിട്ട് ഡീൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഡിമാൻഡ് കൂടുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ വോയിസ് ബോക്സിന് ഒരു വ്യക്തി കൊടുക്കുന്ന ലോഡ് കൂടുമ്പോൾ നമ്മളതിന് തീർച്ചയായിട്ടും അതിൻ്റെ കെയറും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോർമലായിട്ടുള്ള വ്യക്തികളിൽ നമുക്കെല്ലാം ഇപ്പം ഞാൻ സംസാരിക്കുന്ന എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ്. ഞാനിപ്പോൾ ഇതിൽ ഒച്ചത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുകയോ ഇതിൽ പതുക്കെ സംസാരിക്കാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ രണ്ടും എൻ്റെ വോയിസ് ബോക്സിന് ചീത്തയാണ്. അപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിൽ സംസാരിക്കുക, നമ്മൾ ഒത്തിരി സ്പീഡിൽ സംസാരിക്കാതിരിക്കുക, നമ്മൾ ഓടിച്ച് സംസാരിക്കുക, നമ്മൾ ശ്വാസം എടുത്ത് ബ്രീത്ത് ചെയ്ത് വേണം സംസാരിക്കാൻ. കാരണം നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന എയർ തന്നെയാണ് നമ്മൾ പുറത്തോട്ട് പുഷ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ വോയിസ്. അപ്പോൾ ബ്രീത്തിങ് പാറ്റേൺ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ പീരിയോഡിക്കായിട്ട് ഇൻഹെയിൽ ചെയ്ത് വേണം സംസാരിക്കാൻ.